പ്രൈസ് ലോർഡ്. വേഗം വരുന്നതായ കർത്താവ് യേശു ക്രിസ്തു അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഒരു ബാബു, ഞാൻ മുണ്ടക്കേഞ്ചോറ്റി SDA ചർച്ച് പാസ്റ്ററാണ്. നോർത്ത് കേരള സെഷൻ യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൽപ്പന വേദപുസ്തകം എപ്രകാരമാണ് നമ്മോട് സംസാരിക്കുന്നത്? പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 21 ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പനയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം അത് വിട്ടുകളയുന്നേക്കാൾ അത് അറിയാതിരുന്നത് അവർക്ക് നന്നായിരുന്നു എന്ന് 2 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ തങ്ങൾക്ക് ഏൽപ്പിച്ച് കിട്ടിയ വിശുദ്ധ കൽപ്പന, അപ്പോൾ കൽപ്പന അത് വിശുദ്ധമാവുന്നു. അപ്പോൾ തങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് വിശുദ്ധ കൽപ്പന അത് വിട്ട് കളയുന്നേക്കാൾ നല്ലത്, അല്ലെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം അത് വിട്ട് കളയുന്നേക്കാൾ നല്ലത് അത് അറിയാതിരുന്നത് അവർക്ക് നന്നായിരുന്നുവെന്ന് അപ്പോസ്തലൻ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് വിശുദ്ധ കൽപ്പന, എന്താണ് നീതിയുടെ വഴി എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്രകാരം തന്നെ 2 പത്രോസ് അതിൻ്റെ 3:2 ഇപ്രകാരം പറയുന്നു: വിശുദ്ധ പ്രവാചകർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായും തന്നതായ കൽപ്പനകൾ ഓർത്തുകൊള്ളണമെന്ന് ഈ രണ്ട് ലേഖനത്താലും ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുന്നു? ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തുന്നുവെന്ന് അപ്പോസ്തലനായ പത്രോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ ചിന്തിക്കും, യൂദായുടെ ലേഖനത്തിലും ഇപ്രകാരം ഒരു വാക്യം നമുക്ക് കാണാൻ സാധിക്കും: നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഓർക്കുവാനിടയായിത്തീരണം. വേദപുസ്തകം ഓർക്കുക എന്ന് പറഞ്ഞ പല ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. പുറപ്പാട് പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിലും അതിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും യഹോവയുടെ വിശുദ്ധ കൽപ്പനകളെ അല്ലെങ്കിൽ യഹോവയുടെ വിശുദ്ധ ശബ്ദത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലന്മാർ പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യങ്ങളും വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളും അത് നിങ്ങൾ ഓർക്കുവാനിടയായിത്തീരണം. എന്താണ് നീതിയുടെ വഴി എന്ന് നമുക്ക് മനസ്സാകുന്ന കാര്യമാണ്. നീതിയുടെ വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ പാപികളായ മനുഷ്യന് വേണ്ടി, പാപികളായി തീർന്നതായ മാനവരാശിക്ക് വേണ്ടി യഹോവയെ ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുമെന്ന് ദൈവം എന്ത് ചെയ്തു? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 15-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ, തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അപ്രകാരം 2023 വർഷം മുമ്പ് കർത്താവായ യേശു ക്രിസ്തു, ലോകരക്ഷിതാവായ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനേ തീർന്നു. അപ്രകാരം യേശു ക്രിസ്തു അവൻ്റെ 30-ാമത്തെ വയസ്സ് വരെ എന്ത് ചെയ്തു? അല്ലെങ്കിൽ 3.5 വർഷക്കാലം എന്ത് ചെയ്തു? അവൻ ഈ ലോകത്തോട് ദൈവരാജ്യത്തിൽ പ്രസംഗിക്കുവാനേ തീർന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവൻ പഠിപ്പിച്ചതായ വഴികൾ, അവൻ്റെ വചനങ്ങൾ, അവൻ്റെ കൽപ്പനകൾ, അവൻ മാനവരാശിയോട് പ്രസംഗിച്ചതായ വചനങ്ങളൊക്കെ എന്താണ്? അത് നീതിയുടെ വഴിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അയച്ചത് തന്നെ ദൈവത്തിന് നീതി വെളിപ്പെടുകയാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവാണ് നീതി. ആ നീതിയുടെ വഴി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്രകാരം തന്നെ നമുക്കറിയാം, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം തന്ന, അല്ലെങ്കിൽ വിശുദ്ധ പ്രവാചകന്മാർ തന്നതായ വചനങ്ങളെ നിങ്ങൾ ഓർക്കണം. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം അപ്പോസ്തലന്മാർക്ക് തന്നതായ കൽപ്പനകളെ നിങ്ങൾ ഓർക്കണം. അപ്പം ആ കൽപ്പനകളെ, ആ ദൈവത്തിൻ്റെ കൽപ്പനകളെ ഓർക്കുവാനിടയായി തീരണമെന്ന് അപ്പോസ്തലൻ പത്രോസ് നമ്മെ പഠിപ്പിച്ചെങ്കിൽ അത് എപ്രകാരം നമ്മൾ ഓർക്കണമെന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ആരാണ് വിശുദ്ധന്മാർ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ആരാണ് വിശുദ്ധന്മാർ?
ദൈവകൽപ്പനയുടെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ സമാപന കൂടാരത്തിൻ്റെ ശുശ്രൂഷകന്മാരായിരിക്കുന്നതായ സകല പ്രവാചകന്മാരും അതിൻ്റെ സമാപന കൂടാരത്തിൻ്റെ ആ ശുശ്രൂഷ ഭാഗമായിരുന്നവരെല്ലാം തന്നെ എന്താണ് വിശുദ്ധ പ്രവാചകന്മാർ. നമുക്കറിയാം സമാപന കൂടാരത്തിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. സമാപന കൂടാരത്തിൽ ദൈവത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ 10 പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ സ്വർഗീയ നിയമങ്ങൾ എന്ത് ചെയ്തു അവിടെ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിവിശുദ്ധ സ്ഥലത്ത് അത് നിയമപ്പെട്ടത്തിനുള്ളിൽ 10 പ്രമാണത്തെ സ്ഥാപിച്ചിരുന്നെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രവാചകന്മാർ, അതിൻ്റെ ശുശ്രൂഷകന്മാരെല്ലാം തന്നെ ആരാകുന്നു? വിശുദ്ധ പ്രവാചകന്മാരാണ്. നമുക്ക് സീനായ് മലയിൽ വെച്ചാണ് ദൈവം മോശയെ വിളിക്കുകയും മോശെ അവിടെ 40 രാവും 40 പകലുമായിരുന്നുവെന്ന് വേദപുസ്തകം നമ്മളെ അടിവരയിട്ട് പറയുന്നു. അപ്പോൾ 40 രാവും 40 പകലും മോശ ദൈവത്തിന് കൂടിയായിരുന്നു. അവിടെ വെച്ച് ദൈവം തൻ്റെ വിശുദ്ധ കൽപ്പനയാകുന്ന 10 പ്രമാണത്തെ, ദൈവത്തിൻ്റെ സ്വഭാവത്തെ എന്ത് ചെയ്തു? ദൈവം തന്നെ വെട്ടിയുണ്ടാക്കിയതായ 2 കൽപ്പനകൾ അത് എഴുതി കൊടുക്കുവാടേ തീർന്നു. ദൈവത്തിൻ്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതി കൊടുക്കുവാടേ തീർന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സാൻമാർഗമായ ആ നിയമത്തിൽ നിലനിന്നതായ നിയമത്തെ ഉപദേശിക്കുകയും ആ നിയമത്തിൽ നിലനിൽക്കുന്നതായ അതിലെ ശുശ്രൂഷകന്മാരാണ് വിശുദ്ധ പ്രവാചകന്മാരെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മോശ അടക്കമുള്ളതായ സകല പ്രവാചകന്മാരും വിശുദ്ധ പ്രവാചകന്മാരാണ്. അപ്പോൾ ഇവിടെ പത്രോസ് പറയാണ്, നിങ്ങൾ വിശുദ്ധ പ്രവാചകന്മാരെ ഓർക്കണം. അവർ പറഞ്ഞതെന്നാ വചനങ്ങൾ ഓർക്കണം. അപ്പോൾ പഴയ നിയമം നാം ഉപേക്ഷിക്കുവാൻ അപ്പോസ്തലനായ പത്രോസ് പഠിപ്പിക്കുന്നില്ല. പഴയ നിയമം പലപ്പോഴും വേണ്ട എന്ന്, അത് മാറ്റിവെക്കണം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്നതായ പല ആത്മീയ സംഘടനകളെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ വിശുദ്ധ പ്രവാചകന്മാരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓർക്കുവാനിടയെ തീരണം. അപ്പോൾ വിശുദ്ധ പ്രവാചകന്മാരെ ഓർക്കുവാനിടയെ തീരണം. കാരണം അതാണ് തിരുവെഴുത്തിൽ നമ്മൾ ഉൽപ്പത്തി മുതൽ നമ്മൾ പഠിച്ച് അന്വേഷിച്ച് അല്ലെങ്കിൽ അത് പരിശോധിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായി ഒരു ദൈവത്തിൻ്റെ പൈതൽ അല്ലെ ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ ഉപദേശം അല്ലെ ദൈവം എപ്രകാരം നമ്മൾ ഇടപെടുമെന്ന് കാണുവാൻ കഴിയുള്ളൂ. അപ്പുറം നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയുവാൻ കഴിയുന്നത്. അപ്പുറം നമുക്കറിയാം പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചപ്പോഴാണ് ഈ കർത്താവ് യേശു ക്രിസ്തു ആരാകുന്നു എന്നുള്ളതായ വ്യക്തമായ ഒരു ഈ തീരുമാനം പൗലോസിനെടുക്കാനിടയായി തീർന്നത്. അപ്പോൾ ഇവിടെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ വിശുദ്ധ പ്രവാചകന്മാരെ നിങ്ങൾ ഓർക്കുവാനിടയായി തീരണം. അതുപോലെ മാത്രമല്ല കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം കൽപ്പന തന്നതായ അപ്പോസ്തലന്മാരെ നിങ്ങൾ ഓർക്കുവാനിടയായി തീരണമെന്ന് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ നമ്മളെ എന്ത് ചെയ്യാണ്? പ്രബോധിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നത്, ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് നീതിയുടെ വഴി, എന്താണ് മാതൃക എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നീതിയുടെ കർത്താവ് യേശു ക്രിസ്തുവാണ്. മാതൃക എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് ആ ഭൂമിയിലായിരുന്നതായ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? അവൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നതായ ആ പിതാവായ ദൈവത്തെ അനുസരിക്കാതെ തീർന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 15-ാമത്തെ 10 പറയുന്നതാണ്, അവൻ പിതാവായ ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാടെ തീർന്നതുപോലെ. നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിനെ പറഞ്ഞിരിക്കുന്നത് അവൻ ദൈവമായിരിക്കെ തന്നെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളം വിചാരിച്ചുകൊള്ളാതെ അവൻ ദാസരുടെ വേഷത്തെ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തെ അനുസരിച്ച് വന്ന ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ ആ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ ദൈവമായിരുന്നു. ഇറങ്ങി വന്ന് അവൻ എന്ത് ചെയ്തു? പിതാവായ ദൈവത്തെ അവൻ മഹത്വപ്പെടുത്തുക മാത്രമല്ല പിതാവായ ദൈവത്തെ അനുസരിക്കവിടെ തീർന്നു. യേശു ക്രിസ്തു പതിവ് പോലെ തന്നെ ശബത്തിൽ പള്ളിയിൽ പോയി. മാത്രമല്ല അവൻ ദൈവത്തിൻ്റെ കൽപ്പനകളെല്ലാം അനുസരിക്കവിടെ തീർന്നു. യേശു ക്രിസ്തുവിൽ പാപം പോലും ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയാതെ തീർന്നില്ല. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പം യേശുവിൽ പാപമില്ലായിരുന്നിട്ടും അവൻ എന്ത് ചെയ്തു? മനുഷ്യനെ പോലെ ജലത്തിൽ സ്നാനപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം ലൂക്കോസിന് 3-ാം അധ്യായത്തിൻ്റെ 21 അപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ലൂക്കോസിന് 4 പറഞ്ഞപ്പോൾ അവൻ പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ പോയിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടി വന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുവാനിടയായി തീരരുത്. കർത്താവ് യേശു പറയാണ്, യേശു മത്തായിയുടെ സുവിശേഷം 5-17 വായിക്കുമ്പോൾ ഇപ്രകാരം പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാൻ വന്നതല്ല. യേശു പറഞ്ഞ നീതിയുടെ വഴി എന്ന് പറഞ്ഞത് എന്താണ്? യേശു പറഞ്ഞതായ കാര്യങ്ങൾ നീതിയുടെ വഴി എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കാൻ വന്നതല്ല, ഞാൻ പ്രവാചകന്മാരെ നീക്കാൻ വന്നതല്ല. യേശു പറയാണ്, ന്യായപ്രമാണത്തിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകാശം ഭൂമി ഒഴിഞ്ഞു പോയാലും ദൈവത്തിൻ്റെ സകല നിവൃത്തിയാകോളം ന്യായപ്രമാണത്തിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും നീങ്ങിപ്പോകുകയില്ല. ഇതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ, അതാണ് നീതിയുടെ വഴി എന്ന് പറഞ്ഞത്. കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതായ
നീതിയുടെ വഴി എന്ന് പറഞ്ഞത് കർത്താവിൻ്റെ കൽപ്പനകളാണ്. കർത്താവ് പറയാണ്, യേശു പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കാൻ വന്നു എന്ന് വിചാരിച്ചു കൊള്ളരുത്. മാത്രമല്ല, സകല നിവൃത്തിയാവോളം ന്യായപ്രമാണം വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും നീങ്ങിപ്പോകുകയില്ല. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകാം, എന്നാൽ ന്യായപ്രമാണത്തിൽ വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല എന്ന് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5:18 വായിക്കുമ്പോൾ യേശു പറഞ്ഞു, ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും വരെ സകല നിവൃത്തിയാകോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും എന്ത് ചെയ്തില്ല, ഒഴിഞ്ഞു പോകുകയില്ല കർത്താവ് യേശു ക്രിസ്തു പറയുണ്ടായി. യോഹന്നാന്റെ സുവിശേഷം 15-10 വായിക്കുമ്പോൾ യേശു പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കുവാനിടയായിത്തീരും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നീതിയുടെ വഴി എന്ന് പറഞ്ഞതാണ്. കർത്താവ് അല്ലെങ്കിൽ ഈ പറഞ്ഞതായ അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞ പോലെ നീതിയുടെ വഴി എന്താകുമെന്ന് ചോദിച്ചതിന് നമ്മൾ ആ നീതിയുടെ വഴി എന്താകുമെന്ന് അന്വേഷിച്ചാൽ, അത് പഠിച്ചാൽ കർത്താവ് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതായ കാര്യങ്ങളാണ്. കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ പിതാവിന് കൽപ്പന പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിച്ചതുപോലെ നിങ്ങളും എൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിങ്ങൾ വസിക്കാതെ തീരും. മാർക്കോസിന് സുവിശേഷം 2:27 യേശു പറഞ്ഞു, മനുഷ്യൻ ശബ്ദ നിമിത്തമല്ല, ശബ്ദ മനുഷ്യൻ നിമിത്തമത്രേ ഉണ്ടായത്. ഇതാണ് നീതിയുടെ വഴി എന്ന് പറഞ്ഞത്. വീണ്ടും കർത്താവ് പറയാണ്, മത്തായിയുടെ സുവിശേഷം 24:10 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഓടിപ്പോക്ക് 24:20 ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഓടിപ്പോക്ക് അത് ശബ്ദത്തിലോ ശീതകാലത്തോ സംഭവിക്കാതിരിക്കാൻ നിങ്ങൾ ചെയ്യണം, പ്രാർത്ഥിപ്പിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു പറയാണ്, നിങ്ങളുടെ ഓടിപ്പോക്ക് അത് ശബ്ദത്തിൽ സംഭവിക്കരുത്, അത് ശീതകാലത്ത് സംഭവിക്കരുത്. അപ്പോൾ ശബ്ദകൽപ്പന അനുസരിക്കണമെന്ന് കർത്താവ് യേശു ക്രിസ്തു അടിവരയിട്ട് പറയുകയാണ്. ശബ്ദം നീങ്ങിപ്പോയെന്ന് പഠിപ്പിക്കുന്നവർ ഉണ്ട്. എന്നാൽ യേശു പറയാണ്, നിങ്ങളുടെ ഓടിപ്പോക്ക് അത് ശബ്ദത്തിൽ സംഭവിക്കരുത്, അത് ശീതകാലത്ത് സംഭവിക്കാണ്ടിയെത്തരുത് എന്ന് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയുണ്ടായി. യേശു ക്രിസ്തു പറഞ്ഞ, മനുഷ്യപുത്രനോ അവൻ ശബ്ദത്തിനും എന്താകുന്നു, കർത്താവാകുന്നു. അവൻ മനുഷ്യപുത്രൻ ശബ്ദത്തിന് കർത്താവാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഈ ശബ്ദനെ സ്ഥാപിച്ചിരിക്കുന്നവൻ ആരാണ്? ഈ ശബ്ദനെ സൃഷ്ടിച്ചവൻ ആരാകുന്നു? അത് കർത്താവ് യേശു ക്രിസ്തു തന്നെയാകുന്നു. അവ വീണ്ടും കർത്താവ് പറയും, അതുകൊണ്ട് യേശു പറയും, അതുകൊണ്ട് യോഹന്നാന്റെ 14:15 വായിക്കും, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാടേ തീരും. കർത്താവ് യേശു പറയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുവാടേ തീരും. എങ്കിൽ ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് എന്ത് ചെയ്യും, ഒരു പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നിങ്ങളെ അയക്കും. അവൻ നിങ്ങളെ ന്യായവിധിയെക്കുറിച്ച്, പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുവാടേ തീരും. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നതെന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ വരുമ്പോഴാണ് പാപത്തെക്കുറിച്ചുള്ള ബോധം വരുന്നത്, നീതിയെക്കുറിച്ച് നമുക്ക് ബോധം വരുന്നത്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം വരുന്നത്. അപ്പോൾ പാപം എന്താകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ട കാര്യം. കർത്താവ് യേശു പറഞ്ഞ പാപം എന്നത് കൽപ്പനയുടെ ലംഘനമാണ്, അധർമ്മം തന്നെ പാപമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ പാപത്തെക്കുറിച്ചുള്ളത് വ്യക്തമായ ബോധം വരണമെങ്കിൽ എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടാണെങ്കിൽ, ആ പാപത്തെ നമ്മൾ വിവേചിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ പരിപാടിയെ തീരണം. അത് ദൈവത്തിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കുന്നതിലൂടെയാണ് നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നുവെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി രേഖപ്പെടുത്തും. അപ്പോൾ വീണ്ടും നമ്മൾ വിശുദ്ധ പ്രവാചകന മോശയ്ക്ക് യഹോവ ദൈവം കയ്യിൽ എഴുതി കൊടുക്കുന്നതായ കൽപ്പനയാണ്. അതാണ് അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ വിശുദ്ധ പ്രവാചകന്മാരെ ഓർക്കണം, നിങ്ങൾ വിശുദ്ധ പ്രവാചകന്മാരെ എന്ത് ചെയ്യണം, ഓർക്കുവാടേ തീരണം. ആദ്യം നമ്മൾ വായിച്ചതുപോലെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം നിങ്ങൾ ആ 10 നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന വിട്ട് കളയുന്നേക്കാൾ നല്ലത് അത് നിങ്ങൾ അറിയാതെ ഇരിക്കുന്നത് നല്ലത്. അപ്പോൾ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം നിങ്ങൾ ദൈവകൽപ്പന വിട്ട് കളയുന്നേക്കാൾ അത് അറിയാതിരുന്നതാണ് അവർക്ക് നല്ലതായിരുന്നെന്ന് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നീതിയുടെ വഴി കർത്താവ് യേശു ക്രിസ്തുവാണ്. എന്താണ് വിശുദ്ധ കൽപ്പന എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ കൽപ്പന അത് ദൈവത്തിൻ്റെ 10 പ്രമാണമാകുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ 10 പ്രമാണമാകുന്ന ദൈവത്തിൻ്റെ കൽപ്പന എന്ന് വളരെ വ്യക്തമായി തന്നെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അവരെ ശബദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ശബദനാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ്. മോശയ്ക്ക് കൽപ്പന കൊടുക്കുമ്പോൾ അതിൻ്റെ 10 കൽപ്പനയുടെ 4ാമത്തെ കൽപ്പന രേഖപ്പെടുത്തിയിരിക്കുന്നത് ശബദ കൽപ്പന നിങ്ങൾ എന്ത് ചെയ്യുക, ശബദനെ ശുദ്ധീകരിക്കാൻ ഓർക്ക എന്ന് പുറപ്പാട് 20:8 രേഖപ്പെടുത്തിയതിന്. യശയ്യാ പറയുന്നത് 56:6 പറയാണ്. യശയ്യാ പറയുന്നത്, യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് അവൻ്റെ ദാസന്മാരായിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം, യഹോവയുടെ ചേർന്ന് വരുന്നതായ
അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കണം. ഇതാര് പറയുന്നതാണ്? ഇതാണ് വിശുദ്ധന്മാർ, വിശുദ്ധ പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശുദ്ധ പ്രവാചകന്മാരെ ഓർക്കണമെന്ന് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞതിന് കാരണം എന്താണ്? അവിടെ യെശയ്യാപ്രവാചകൻ പറയുകയാണ്, അതുകൊണ്ട് ജാതികളായിരിക്കുന്നവർക്ക് അന്യജാതിക്കാർക്കും അന്യജാതിക്കാർ എന്ത് ചെയ്യണം? അവരും ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനയാവുന്ന അല്ലെങ്കിൽ ശബത്തിനെ എന്ത് ചെയ്യണം? നിങ്ങൾ ആചരിക്കുവാനിടയായി തീരണം. അതാണ് യെശയ്യാ പറയുന്നത്. യഹോവയെ സേവിച്ച് അവൻ്റെ നാമത്തെ സ്നേഹിച്ച് എന്ത് ചെയ്യണം? അവൻ്റെ ദാസന്മാർ ഇരിക്കേണ്ടതിന് യഹോവയോട് ചേർന്നവർ അന്യജാതിക്കാരെ നിങ്ങളിതിനെ ശബത്തിനെ അശുദ്ധമാക്കാതെ അതിനെ നിങ്ങൾ അനുസരിക്കുവാനിടയായി തീരണമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, നിങ്ങൾ പ്രവാചകന്മാരെ ഓർക്കണം. കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം തന്ന അപ്പോസ്തലന്മാരെ ഓർക്കുവാനിടയായി തീരണം. യെശയ്യാപ്രവചനത്തിന്റെ പുസ്തകം 58-ാം അധ്യായത്തിൽ 10 ഇങ്ങനെ പറഞ്ഞു, നീ എൻ്റെ വിശുദ്ധ ദിവസം നിൻ്റെ കാര്യാദി നോക്കാതെ എന്ത് ചെയ്യണം? ശബ്ബത്തിൽ നിൻ്റെ കാലടക്കി വെക്കണം. ശബ്ബത്തിൻ്റെ ഒരു സന്തോഷമെന്ന് യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്ന് എന്ത് ചെയ്യണം? നീ പറയുവാനിടയായി തീരണമെന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതാരാണിത് പറയുന്നത്? ഇത് വിശുദ്ധന്മാരാണ് പറയുന്നത്, വിശുദ്ധ പ്രവാചകന്മാരാണിത് പറയുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ വിശുദ്ധന്മാരെ ഓർക്കണം. ഇന്ന് ദൈവത്തിൻ്റെ കൽപ്പന വേണ്ട എന്ന് പറയുന്നവരുണ്ട്, ഇന്ന് വിശുദ്ധ പ്രവാചകന്മാരെ ഓർക്കാത്തവരുണ്ട്. ഈ പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 21 പറഞ്ഞത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? നീതിയുടെ വഴി അറിഞ്ഞ ശേഷം നിങ്ങൾ അതിനെ വിശുദ്ധ കൽപ്പന വിട്ടുകളയുന്നേക്കാൾ നല്ലത്, നിങ്ങളത് അറിയാതിരിക്കുന്നത് നല്ലതെന്ന് പത്രോസ് ഇവിടെ പ്രബോധിപ്പിക്കുന്നത്. എഗസ്കേലിന്റെ ഇരിമ്യാവിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സൂക്ഷിച്ചുകൊള്ളുവിൻ, ശബത്ത് നാളിൽ യാതൊരു ചുമടും ചുമന്നുകൊണ്ട് യെരുശലേമിൻ്റെ വാതിൽ കൂടി അകത്ത് കൊണ്ടുപോകരുത്. ഇവിടെ ശബത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചാണ്, ശബത്തിനെ എപ്രകാരം നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് ഇരിമ്യാ പ്രവാചകനും വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ യാതൊരു ചുമടും ചുമന്നുകൊണ്ട് നിങ്ങൾ പോകുവാനിടയായി തീരരുത്. വീണ്ടും നമുക്ക് എഗസ്കേലിന്റെ പുസ്തകം 22-26 ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തവിധം എന്ത് ചെയ്യുന്നു? അവരുടെ ശബ്ദങ്ങളെ നോക്കാതെ കണ്ണു മറച്ചു കളയുന്നു. ഇതാരാണ് പറഞ്ഞത്? ഇത് പ്രവാചകന്മാർ പറഞ്ഞ കാര്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ പ്രവാചകന്മാരെ ഓർക്കുവാനിടയായി തീരണം. പ്രവാചകന്മാർ വളരെ വ്യക്തമായി ശബ്ദത്തിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലന്മാരെ ഓർക്കണമെന്ന് ആര് പറയാണ്? ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ് അപ്പോസ്തലന്മാരെ ഓർക്കാൻ പറയുക? അപ്പോസ്തലന്മാർ എന്താണ് പറഞ്ഞത്? യൂദായുടെ പുസ്തകത്തിന്റെ 17-ാം വാക്യം പറയുകയാണ്, നിങ്ങൾ പ്രിയരെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്യങ്ങളെ വചനങ്ങളെ എന്ത് ചെയ്യണം? ഓർക്കുവാനിടയായി തീരണം. ബൈബിള് വ്യക്തമായി തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ വായിക്കും പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 15, നിങ്ങൾ ഈ വ്യർത്ഥ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ളവയൊക്കെയും ഉണ്ടാക്കിയതായ ജീവനുള്ളതായ ദൈവത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും തിരിയാനിടയായി തീരണം. ആകാശവും ഭൂമിയും സമുദ്രം ഉണ്ടാക്കിയവരിലേക്കാണ് ചെയ്യേണ്ടത്. ആകാശവും ഭൂമിയും സമുദ്രം ഉണ്ടാക്കി ആരാകുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. അതുതന്നെയാണ് പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 8 രേഖപ്പെടുത്തി ആകാശവും ഭൂമിയും സമുദ്രം ഉണ്ടാക്കിയ ആ കൽപ്പന പറഞ്ഞെങ്ങനെയാണ്? ഞാൻ ആകാശവും ഭൂമിയും സമുദ്രവും ഉണ്ടാക്കിയതുകൊണ്ട് 7-ാം ദിവസം സ്വസ്ഥമായിരുന്ന ആ ദിവസത്തെ ശുദ്ധീകരിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പുറം നമുക്കും അറിയാം, യഹോവേ ദൈവം ആകാശവും ഭൂമിയും സമുദ്രം ഉണ്ടാക്കി 7-ാം ദിവസത്തെ സ്വസ്ഥമായിരിക്കും വേണ്ടി എത്തിയിരുന്നുവെന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 7-ാം ദിവസത്തെ ദൈവം ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുകയും തീർന്നു. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ദൈവം ആക്കി വച്ചിരിക്കുന്നതായ, സൃഷ്ടിച്ചു വച്ചിരിക്കുന്നതായ ആ ഒരു ദിവസമാവുന്ന ശബത്ത് കൽപ്പന എന്ന് വളരെ വ്യക്തമാക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് പത്രോസ് പറയാണ്, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദൈവത്തെ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വ്യർത്ഥ കാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും സമുദ്രം ഉണ്ടാക്കിയവരിലേക്ക് എന്ത് ചെയ്യണം? തിരിയുവാനിടയായി തീരണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം അത് തന്നെ പറയുന്നത് 14-ാം അധ്യായം 7 പറയാണ്, ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ, മാത്രമല്ല അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമി സമുദ്രം ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിന് നാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയായി തീർന്നു. ഇത് അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമാണ്, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരാണ് ആകാശവും ഭൂമിയും ഉണ്ടാക്കിയവരിലേക്ക് നിങ്ങൾ തിരിയുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ പറയുകയാണ്, ആകാശവും ഭൂമിയും സമുദ്രം ഉണ്ടാക്കിയവരിലേക്ക് എന്ത് ചെയ്യും? നിങ്ങൾ തിരിയുവാൻ, അല്ലെ ആകാശവും ഭൂമിയും സമുദ്രം ഉണ്ടാക്കിയവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കരിക്കുവാനേ തീരണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും യാക്കോബിന്റെ സുവിശേഷം 2:10 പറയാണ്, ഒരുവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവ സകലത്തിലും കുറ്റക്കാരനായി തീരുന്നുവെന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അപ്പോൾ പത്രോസ് പറയുന്നതിൻ്റെ അർത്ഥം, അപ്പോസ്തലനായ പത്രോസ് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. പത്രോസ് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നീതിയുടെ വഴി അറിഞ്ഞ ശേഷം നിങ്ങൾ
ആ വിശുദ്ധ കൽപ്പനയെ വിട്ട് കളഞ്ഞേക്കാൾ നല്ലത്, അത് അവർക്ക് അറിയാതിരിക്കും നല്ലത്. പത്രോസ് വീണ്ടും പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളും കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം അപ്പസ്തോലന്മാർ പറഞ്ഞ കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ ഓർക്കുവാനിടയായി തീരണമെന്ന് പത്രോസ് അപ്പസ്തോലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയാണ്, അതുകൊണ്ട് യാക്കോബ് പറയാം, അതുകൊണ്ട് ഒരുവൻ ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ച് നടന്നിട്ട് ഒന്ന് തെറ്റിയാൽ, അപ്പോൾ സകല കൽപ്പനകളും അനുസരിക്കണമെന്നാണ് ഇവിടെ വേദപുസ്തകം നമ്മളെ അടിവരയിട്ട് നമുക്ക് പറയുന്ന കാര്യങ്ങൾ. വീണ്ടും നമുക്ക് വായിക്കുമ്പം, അതുകൊണ്ട് ദൈവകൽപ്പന യേശുള്ള വിശ്വാസം കാത്തുകൊള്ളുന്നവരാണ് വിശുദ്ധന്മാർ. അതുകൊണ്ട് വീണ്ടും യോഹന്നാൻ പറയാണ്, ദൈവകൽപ്പനയും യേശുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ വിശുദ്ധന്മാർ ആരാകുന്നു? വിശുദ്ധന്മാരെന്ന് പറയുന്നത് യേശുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം, അവർ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരാണ്. അല്ലെങ്കിൽ ശബ്ദകൽപ്പന മാറ്റിവെച്ചിട്ട് ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധനാകാമെന്ന് നമ്മൾ ചിന്തിച്ചാൽ, തീരുമാനിച്ചാൽ നമ്മൾ ഒരിക്കലും വിശുദ്ധന്മാരാകുകയില്ല. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയുന്നു, ഒന്നി തെറ്റിയാൽ സകലത്തിനും കുറ്റക്കാരനാകുന്നു. അപ്പസ്തോലന്മാർ അപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പുതിയ ഭൂമിയും പുതിയ ആകാശവും, അതാണ് നമുക്ക് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66 അതിൻ്റെ 22, 23, അതുപോലെ 56 അധ്യായത്തിൻ്റെ 7 തൊട്ട് വായിക്കുമ്പോൾ അപ്പസ്തോലൻ പറയുകയാണ്, അതുകൊണ്ട് അന്യജാതിക്കാരെ നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടത്, അല്ലെങ്കിൽ വിശുദ്ധ മന്ദിരത്തിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടതിന് എന്ത് ചെയ്യണം, നിങ്ങൾ ശബ്ദത്തിനെ ശുദ്ധീകരിക്കാൻ ഓർക്കണം. അത് പ്രവാചകന്മാർ പറഞ്ഞ കാര്യമാണ്. അപ്പസ്തോലന്മാർ പറയുകയാണ്, ഒന്നി തെറ്റിയ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. അതുകൊണ്ട് ഒരു കൽപ്പനവും ലംഘിക്കുവാൻ തക്കവണ്ണം ലംഘിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പ്രവേശിക്കുന്നില്ല എന്നുള്ളതായ വ്യക്തമായ ഒരു കാര്യമാണ് നമുക്ക് തിരുവഴുത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അപ്പസ്തോലന്മാരെ നമ്മൾ ഓർക്കുക, വിശുദ്ധ പ്രവാചകന്മാരെ നമ്മൾ ഓർക്കുക. അതാണ് ദൈവം വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരെ ഓർക്കുവാനും അപ്പസ്തോലന്മാരെ ഓർക്കുവാനും തിരുവചനം പഠിക്കുവാനും അത് പരിശോധിക്കുവാനും ദൈവം നമ്മെ സഹായിക്കുമാറെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനത്തിന് വിരമിച്ചോളും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.